ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപക്ഷെ മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സിനിമ ആസ്മ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തനാർ ദ വൈൽഡ് സോസറർ. യെസ്, ഏകദേശം ഒരു 4 വർഷമാവും ഈ ഒരു പേര് കേട്ട് തുടങ്ങിയിട്ട്. മലയാള സിനിമയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന സിനിമ എന്നൊരു ഹൈപ്പ് ഈ പടത്തിന് ഇപ്പോൾ തന്നെ ഉണ്ട്. ആൻഡ് അത് ശരിവെക്കുമ്പോഴത്തെ ഒരു ട്രെയിലറാണ് നമുക്കിപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്താ പറയുക, വലിയ ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ സ്റ്റഫ് നമുക്ക് സിനിമയിൽ ആ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, അതുപോലെ പറയുന്ന VFX ട്രെയിലറിൽ നിന്ന് കാണാൻ നേരത്ത് ഭയങ്കര ബെസ്റ്റായിട്ടുണ്ട്. ലോഹ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും എന്താ പറയുക, ഈ ഒരു ഫാൻറ്റസി അതിനെ വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്തടിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജയസൂര്യ എന്ന ആക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക 4 വർഷം അദ്ദേഹം കളഞ്ഞു തന്നെ പറയാം. ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് അതുപോലെ തന്നെ അനുഷ്ക ഷെട്ടി ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്ന ഒരു സിനിമയും കൂടിയാണ്. ആൻഡ് മറ്റ് പ്രഭുദേവ പോലുള്ള വേറെ കുറേ ആക്ടേഴ്സും ഉണ്ട്. അത് മാത്രമല്ല പടത്തിന് 75 കോടിയോളം രൂപ ബഡ്ജറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ആൻഡ് അതുപോലെ തന്നെ പടം ഒരു 2 പാർട്ട് സീരീസ് ആയിരിക്കും എന്നും വാർത്തകൾ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പടം ഏകദേശം 15 ലാംഗ്വേജിലേക്ക് ഒരേ സമയത്ത് റിലീസ് ചെയ്യാനും പോവുകയാണ്. സോ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു പക്ഷേ വലിയൊരു സക്സസ് ആവുകയാണെങ്കിൽ പക്ഷേ മലയാള സിനിമയുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യാൻ പോകുന്ന, പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിരിക്കാം. ട്രെയിലർ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുണ്ട്. തുടക്ക സീൻ തൊട്ട് അവസാന സീൻ വരെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുണ്ട്. ആൻഡ് എല്ലാം എന്താ പറയുക, വിഷ്വൽസ് എല്ലാം എന്താ പറയുക, ഭയങ്കര ഇൻ്റർനാഷണൽ ഒരു മൂവി കാണും പോലെ അത്രയും ക്ലാരിറ്റിയും ക്വാളിറ്റിയിലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് കടമറ്റത്ത് കത്തനാറിൻ്റെ കഥാപാത്രത്തിനെ, ഇല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ കണ്ടു വളർന്നവരാണ് നമ്മൾ പലരും. ആൻഡ് അഫ്കോഴ്സ് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് വന്ന കത്തനാറിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കത്തനാറിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക, ട്രെയിലർ കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതായിട്ടൊരു കത്തനായിരിക്കില്ല. ഒരു ഡിഫറെൻറ്റ് ടേക്കാണ് അവർ ഈ സിനിമയ്ക്ക് ട്രൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ചില ആ ഡാർക്ക് ഏരിയാസിലൊക്കെ ഹാരി പോട്ടറിൻ്റെ വൈബ് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഡെഡ്ലി ഹാലോസിലൊക്കെ ആ ഒരു ഡെഡ്ലി ഹാലോസ് എനിക്കറിയായിരിക്കും, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പോകുന്ന ആ ഒരു 2-3 സീക്വൻസിലൊക്കെ എനിക്കൊരു ഹാരി പോട്ടർ വൈബ് ഈ ഒരു ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ഈ അഫ്കോഴ്സ് ഞാൻ പറയുന്നത് കത്തനാർ ലുക്കാണ്. നമ്മൾ ഇതിനു മുമ്പും കടമറ്റ് കത്തനാറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിങ്ങനെ ഒരു കോസ്റ്റ്യൂം ആയിരുന്നില്ല. ആൻഡ് ഇത്രയും എന്താ പറയുക, ബ്രൂഡിങ് ആയിട്ടുള്ള കത്തനാറിനെല്ലാം നമ്മൾ കണ്ടിരുന്നത്. കുറേ ഫണ്ണായിട്ടുള്ള എന്താ പറയുക, അങ്ങനെയുള്ള കത്തനാറിനെ കണ്ടു വളർന്ന ഒരു തലമുറയാണ് ഞാൻ ഉൾപ്പെടുന്ന തലമുറ. സോ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് അതിന് വേണ്ടി. പക്ഷേ ട്രെയിലർ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുണ്ട്, ഭയങ്കര ക്വാളിറ്റി ആയിട്ടുണ്ട്. ആൻഡ് മ്യൂസിക്കും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്താ പറയുക, VFXും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവൽ, ഒരു എന്താ പറയുക ക്ലാസ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ എത്ര പേര് ട്രെയിലർ കണ്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാനുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ കത്തനാറായിട്ട് ജയസൂര്യാണ്. അദ്ദേഹം ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലുക്കാണ്, കത്തനാറിന് നമ്മൾ ഇതുവരെ കാണാത്തൊരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുതിരപ്പുറത്ത് വരുന്നൊരു കഥാപാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ലുക്ക് വൈസ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള കത്തനാർ ലുക്ക് ഇതായിരുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഇതിനു മുമ്പ് കണ്ട് കേട്ട് മറന്ന കത്തനാർ ഡിഫറെൻറ്റ് ടേക്ക് ഈ ഒരു സിനിമ എന്താ പറയുക എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എത്രമാത്രം അത് സക്സസ്ഫുൾ ആകുന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ ഇത് മലയാള സിനിമ വേറൊരു തരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പിന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾ എത്ര ട്രെയിലർ കണ്ടു, എത്ര ട്രെയിലർ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സമയത്ത് കാണാം. അതുവരെയും ബൈ.